പുതിയ പാട്ടൊന്നും എനിക്ക് അറിയില്ല. അമ്മയുടെ കറീന്റെ അഭിപ്രായം ഉണ്ടല്ലോ, ആദ്യം അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം, അത് കഴിഞ്ഞിട്ട് ഈണിയുടെ അടുത്ത് ചോദിക്കാം, അത് കഴിഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കിയ കറീന്റെ അഭിപ്രായം അമ്മേൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. ആദ്യം നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോകാം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഞാൻ ഇന്ന് എണീറ്റപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ബേക്കാല ഒരാൾ എൻ്റെ ബേക്കാല തന്നെ വിളിച്ചു ഓട്ടാ ചോറ് വെച്ചീ എൻ്റെ ബേക്കാല തന്നെയാണല്ലോ. ഞാനൊന്ന് പല്ല കേട്ടെ, വടിയെടുത്ത് കുത്തലേതൊക്കെ വടിയെടുത്ത് ആശിലത് കുത്തണ്. ഇവനുണ്ടല്ലോ ഇടയ്ക്ക് ഇങ്ങനെയാ, ഇടയ്ക്ക് പാവം പോലെ അഴിക്കും, ഇടയ്ക്ക് ഇങ്ങനെ ഇതാണ്ടോ കുത്തണുണ്ടോ, ഇടയ്ക്ക് ഇങ്ങനെ എന്താ അറിയില്ല. എടാ നീ അകത്ത് പോയി നോക്കി, ഇങ്ങനെ അവിടെ മീൻ പൊരിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നിനക്ക് പൊരിച്ച് മീനൊക്കെ പൊരിച്ചിട്ട് തരും. അകത്ത് പോയി പല്ല് വെച്ചിട്ട് തരാം. പോയിക്കകത്തേക്ക് അകത്ത് പോയിക്കടാ. അത് അവിടെ മീനൊക്കെ മുറിച്ച് പൊരിക്കാനുള്ള മീനൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പോയി നോക്കിയത്, പോയി നോക്കേ, ഞാൻ പല്ല് വെച്ചിട്ട് തരാം. നിനക്ക് ബ്രഷ് ഉണ്ടോ? ഇതേപോലത്തെ ബ്രഷ് ഉണ്ടോ? ഇതേപോലത്തെ ഉണ്ടോ വലുത്? മൊയിലിന്റെ എങ്ങനത്തെ എങ്ങനത്തെ? നീ പല്ല് വെച്ചെന്ന് ഇന്ന് പല്ല് വെച്ചില്ല? പല്ല് വെച്ചോ? എന്തത്? അടുക്കള കയറിയപ്പോ നല്ല മുണ മത്തീൻ്റെ ആണല്ലോ. ഇനി സ്പെഷ്യലായിട്ട് എന്തൊക്കെയാ മസാലയിൽ ആഡ് ചെയ്തിക്കണോന്ന്. കടി ഉണ്ടാക്കിയോ കിണി? ഇതെന്തടിയാ, എന്തടി ഉണ്ടാക്കിക്കണേ? തക്കാളിയും ഉള്ളിയും പിന്നെ മീൻ പൊടിച്ച 2 ഉണ്ട്. ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം. ചോറ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എവിടെയോ ഒരു വീട് പണി നടക്കുന്നുണ്ട്. എവിടെയാണെന്നറിയില്ല. തൊട്ടപ്പുറത്ത് തന്നെ വീട് പണീൻ്റെ സൗണ്ട് എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. മറ്റേ മുറിക്കണ ഇതില്ല, എന്താ പറയുക, മറ്റേ കട്ട് ചെയ്യണ സാധനമല്ലേ, ഒരു റൗണ്ടിലുള്ള എന്തോ അതിൻ്റെ പേര് എനിക്കറിയില്ല. അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് കേൾക്കുന്നുണ്ടോന്നൊന്നും അറിയില്ല. ഇന്നലെ കുറച്ച് നേരം വൈകിട്ടോട്ടെ കടന്ന്. രാവിലെ എണീറ്റപ്പോണ്ട് കണ്ണെന്തൊക്കെയോ, കണ്ണിലെന്തോ കരട് പോയോലൊക്കെ തോന്നിയിട്ടോ. കണ്ണാടി പോയി നോക്കിയപ്പോൾ കണ്ണൊക്കെ ചുവന്ന് നടക്കണം, 2 ചുവന്ന് നടക്കണം. നേരെ വൈകി ഉറങ്ങിക്കൊണ്ട്, പിന്നെ അത് മാത്രമല്ല രാവിലെ നേരത്തെ എണീറ്റ് കൊണ്ടും അധികം ഉറക്കമില്ലാത്തത് കൊണ്ടാണ് കണ്ണ് ചുവന്ന് നടക്കണത്. ഇന്നെനിക്ക് നേരത്തെ ഉറങ്ങണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ ഉറങ്ങാൻ പറ്റുന്നില്ല. എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ചെയ്യലും അങ്ങനെയാണ് നേരം വൈകണേ. 12 മണിക്ക് നെറ്റ് കയറുള്ളൂ. അപ്പോൾ അതാണ് കാരണം, നേരം വൈകി ഉറങ്ങാനുള്ള കാരണം അതാണ്. ഇങ്ങനെ ഇപ്പോൾ ഭയങ്കര തിരക്കിലാട്ടോ, എന്തോ നോട്ട് അയച്ചു കൊടുക്കാനുള്ള തിരക്കിലാണ്. ഞങ്ങളെ കൂട്ടുകാരത്തേക്ക് നോട്ട് കംപ്ലീറ്റ് അല്ല, സ്കൂളിൽ നോട്ട് കംപ്ലീറ്റ് ആക്കാത്തവരെ നോട്ടൊക്കെ നോക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് എല്ലാവരും വേഗമായി നോട്ട് ചെയ്താനൊക്കെ തുടങ്ങിയിരിക്കണേ. ഏതാ സോഷ്യലോ? ഇത് ലീവായതുകൊണ്ട് നോട്ട് ചെയ്യാത്തവരൊക്കെ ഇവിടുത്തെ നോട്ട് ചോദിച്ചിട്ടുണ്ട്. അവളെ എല്ലാം അയച്ചു കൊടുക്കണ്ടോ? എത്ര ആൾക്കാർക്ക് അയച്ചു കൊടുക്കണ്ട്? ഒരാൾക്കോ? ഇതെന്തെങ്കിലും ഇരിക്കണേ. ഇപ്പൊ സമയം 4 മണിയുണ്ട്. അമ്മ വരാനായിട്ടുണ്ട് കേട്ടോ. ഇനി പണിയൊന്നും എടുത്തു കൊടുക്കില്ല, അമ്മ വരാനായിട്ടോ. അവിടെ എന്താ കണ്ണാടിയിൽ നോക്കിക്കണോ? പണി എടുത്തു കൊടുക്കില്ലേ? പാത്രം എന്തൊക്കെ പണിയുണ്ട്? പാത്രം കഴുകാൻ, മീൻ നന്നാക്കാൻ, മുട്ടടിച്ചു വരാൻ, പിന്നെ തുണി മടക്കിയൊക്കെ, പിന്നെ കുറച്ച് പണിയിലുള്ളൂ ചെയ്തൂടെ? ഇവൾക്ക് ചെയ്യാൻ എന്ത് മടി അറിയോ? മൊബൈൽ നെറ്റ് ഉണ്ടെങ്കിൽ മൊബൈലും കളിച്ച് വെക്കും. ഇപ്പോൾ മൊബൈൽ നെറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്.
എന്റെ മൊബൈല് നെറ്റില്ല എന്തായാലും ഇല്ലേ, ഞാൻ അധികം മൊബൈൽ കളിക്കാറ്. ഇവിടെ എനിക്ക് ഫ്രീ ഫയർ കളിക്കാലോ, ഗെയിം കളിക്കാലോ. ഞാൻ കളിക്കണില്ലല്ലോ, ഇടയ്ക്കില്ല കളിക്കണുള്ളൂ. എന്തിനാ വെറുതെ ടൈം വേസ്റ്റ് ആക്കണേ? ആരെയാ പറയണേ? എന്ത് പറയണേന്ന്? കൊഴുകി വന്ന് വിട്ട് കൊടുത്തോ? ഒന്നും ചെയ്തില്ലല്ലേ? പാവം കോഴിയുടെ ഞാൻ വിളിച്ച അപ്പോ വരും. ബാ 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 ബാ. കണ്ടോ, ഇതാണ് സ്നേഹം. സ്നേഹമല്ല, എന്നെ വിശ്വസിച്ച് വരിക. ഞാൻ അപ്പോൾ ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നുള്ള പ്രതീക്ഷയിൽ ഇത് വന്നിട്ട്, പക്ഷെ ഞാൻ ഇട്ട് കൊടുത്തില്ല. ഇട്ട് കൊടുക്കണം, ഞാൻ ഇട്ട് കൊടുക്കും. നീ പോയി ഗോതമ്പ് എടുത്തിട്ട് വാ പോ. അതിന് അടിച്ചു വരണ്ടെങ്കിൽ മീൻ ഞാൻ അടിച്ചു തരാം. നീ മീൻ നന്നാക്കുക, പാത്രം നീ കഴുകുക. മീൻ നന്നാക്കാൻ 1 മണിക്കൂറാണോ? മീൻ നന്നാക്കാൻ 1 മണിക്കൂർ. അത് അമ്മ എന്നിട്ട് ഒന്നിച്ച് നന്നായിക്കാതെ നീ പാത്രം അയക്കുക. അന്ന് ഞാൻ പാത്രം അയക്കാം, ഞാൻ പാത്രം അയക്കാം. നീ അടിച്ചു കാരണം മീൻ നന്നാക്കാൻ പറ്റുമോ? ചെയ്യണം. കണ്ണൊക്കെ നമുക്ക് ചോന്നിട്ട് കോഴിക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്ക്. പാത്രം അയക്കട്ടെ. അധികമൊന്നും ഇല്ല ഒന്നിനെ. ഇതൊക്കെ ഇതിലിട്ട് വെച്ചാലല്ലേ ഇതൊക്കെ വീണ്ടതൊക്കെ കുതിർന്ന് കിട്ടുള്ളൂ. പാത്രമെല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മീനൊക്കെ നന്നായി കഴിഞ്ഞോ? മീൻ നന്നാക്കോ, നല്ല കുട്ടിയായിട്ട് നന്നാക്കും കേട്ടോ. അച്ഛൻ നാളെ പാട്ടാണെന്ന് പറഞ്ഞേ. അച്ഛൻ ബ്ലോഗിൽ അച്ഛൻ ഉഷാറാക്കണം, നാളെ നല്ല പാട്ടൊക്കെ പറഞ്ഞെന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു. അച്ഛൻ നാളെ ഏതൊക്കെ പാട്ട് പറഞ്ഞൊന്ന് പറഞ്ഞു കൊടുക്കേ. ഏതൊക്കെ പാട്ട് പാടും നാളെ? നാളെ പഴയ 2 പാട്ട് പാടണം. പിന്നെ അത് തന്നെ, പഴയ പാട്ടുകൾ. പുതിയ പാട്ടൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. പഴയ നല്ല ഓൾഡ് പാട്ടൊക്കെ അച്ഛൻ പാടുന്ന പറഞ്ഞു. നാളെ നമുക്ക് ഉഷാറാക്കല്ലേ അച്ഛാ? നാളെ അടിപൊളി പാട്ടൊക്കെ പാടിയിട്ട് അല്ലേ? നാളെ ഉഷാറാക്കാം. ഇന്നെനിക്ക് നല്ല ക്ഷീണമുണ്ട്, എന്തോ ഒരു വയ്യായിക. നാളെ അച്ഛൻ പാടാൻ പോണ പാട്ട് ഏതിക്കാന്നൊന്നും അറിയില്ല. ഇങ്ങനെ മീൻ നന്നാക്കി കഴിഞ്ഞടി. ഇതെന്താ കറി വെക്കാനുണ്ടോ പൊരിക്കാനുണ്ടോ? ഏനൊക്കെ ഉള്ളത്? അമ്മ ഇപ്പോൾ വേറെ സമയമുണ്ട്. ജിമ്മിയോടെ കുറച്ചുകൊണ്ട് വെക്കുന്നുണ്ട്. പാമ്പിനെ കണ്ടാലൊക്കെ ജിമ്മിനെ വെറുതെ ഇങ്ങനെ കുറച്ചുകൊണ്ട് വെക്കും. എന്നാലും ഇവിടെ പാമ്പുണ്ടായിരുന്നു. അപ്പോൾ ജിമ്മി ഇങ്ങോട്ട് വന്നാൽ ഇവിടെ 2 കോര വരച്ചപ്പോട്ടല്ലോ പാമ്പ് ഏതിക്കൂടെ ഓടിയിരിക്കണം. പിന്നെ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നെന്ന് പറയണേ. എന്താ അറിയില്ല, ഞാൻ ഇപ്പോൾ എണീറ്റുണ്ടായില്ല. ഇതാ പൂച്ച. ഇവിടെ ഇതിലായിട്ട് കാണാത്തൊരു പൂച്ച. ഞങ്ങളെ പൂച്ചനെ കണ്ട് ജിമ്മിനെ കുരയ്ക്കില്ല, വേറെ ഏത് പൂച്ചത്. ഞങ്ങളെ പൂച്ചൻ്റെ ചെറിയ കട്ടുണ്ടെങ്കിലും കളർ ഇതല്ല. ഞാൻ കുറച്ചേരം വെറുതെ കടന്നുറങ്ങിപ്പോയി. ഉറങ്ങണമെന്ന് വിചാരിച്ചല്ല, വെറുതെ കണ്ണടിച്ച് കടന്നു എന്നിട്ട് മയങ്ങിപ്പോയി ഞാൻ. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് എണീപ്പിക്കണേ. ഇപ്പൊ സമയം എത്രയായിന്നൊന്നും അറിയില്ല, കുറച്ചധികം ഇരുടായിട്ടുണ്ട്. കാണിച്ചു തരാം അമ്മ. സീരിയലാണ്. സീരിയല് ഡെയിലി ഡെയിലി സീരിയലാണ്. ടിവിയില് കാണുന്നില്ല. എന്നെ ഉറക്കത്തിന് എണീപ്പിച്ച് കൊണ്ടുവന്നിട്ട് രാവിലെ ഇവൻ തന്നെ എണീപ്പിച്ചേ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പത്തേക്കും ഇവരെ സീരിയലിനെ പറ്റി 2 വാക്കുകൾ ചോദിച്ചു നോക്കാം. അമ്മ ഈ സീരിയലിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പറയാം? സീരിയൽ നല്ല സീരിയല്, കൃഷ്ണഗാഥ നല്ല സീരിയല്. പിന്നെ നമ്മളെ മഴ തോരും മുൻപേ കാറ്റത്തെ കിളിക്കൂട്. അതൊക്കെ ഇത് 3 ഞാൻ കാണാറുള്ളൂ.
3 അതൊക്കെയാണ് ഫുൾ അടിയല്ലേ? അടിപൊളി നല്ല സീരിയൽ ഇത് 3. പിന്നെ സീരിയല് വരെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഫുള്ള് അടി പിടി. ഇടയ്ക്ക് സന്തോഷം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം അടിയായിരിക്കോ. പിന്നെ അവര് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാത്ത ഏത് സീറ്റല്ലേ ദേഷ്യം പിടിച്ച അങ്ങനെ പല ടൈപ്പ് പാട്ട് വരും. ഇതെല്ലാം ഞാൻ കുളിച്ചിട്ട് വരാം. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ മീൻ വറക്കുന്നുണ്ട്. മീന് വറുത്ത് കഴിയില്ല അമ്മ. ആയോ? ആ ഗ്ലാസ് എടുക്ക്, വെള്ളം. അമ്മ വെള്ളം തിളച്ചില്ലല്ലോ. ഇതോ ഇതുള്ളൂ, തിളപ്പിച്ചല്ലേ? തിളപ്പിച്ചല്ലേ? ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടേ എന്തായാലും ഞാൻ ഞാനെന്തായാലും ചോറ് കഴിച്ചിട്ട് കറീന്റെയും മീൻ പൊരിച്ചതിന്റെയും അഭിപ്രായം ഞാൻ ഇപ്പൊ പറയാട്ടോ. ഞാൻ ആദ്യം ചോറ് എടുക്കട്ടെ. അമ്മയുടെ ഈ കറീന്റെ അഭിപ്രായം ഉണ്ടല്ലോ, ആദ്യം അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം, അത് കഴിഞ്ഞിട്ട് കിണിയുടെ അടുത്ത് ചോദിക്കാം, അത് കഴിഞ്ഞിട്ട് അമ്മ ഉണ്ടാക്കിയ കറീന്റെ അഭിപ്രായം അമ്മേന്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. ആദ്യം നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോവാം. അച്ഛൻ കറിയൊക്കെ എങ്ങനെയുണ്ട്? കറി മത്തിക്കറി മോനെ കുടമ്പുള്ളി ഇട്ട് വെച്ചോണ്ടേ പുളി ശരിക്കും പിടിച്ചില്ല. രാവിലേക്കാണെങ്കിലും നാളേക്കാണെങ്കിലും അടിപൊളിയാണ് പുളി പിടിക്കും. അത് അച്ഛൻ്റെ അഭിപ്രായം. അത് ഈ കിണീന്റെ നല്ല അഭിപ്രായം. എന്തേലും പ്രത്യേകത എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല മത്തി കൊടമ്പുളി ഇട്ടിട്ട് വെച്ചെന്ത് രുചിയാന്നറിയോ? നല്ല രുചിയാ. മീൻ പൊരിച്ചതൊക്കെ മീൻ പൊരിക്കുമ്പോ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ച് അതും കൂടി ഇട്ടാല് അഭിപ്രായം ചോദിച്ചത്. നല്ല ടേസ്റ്റ് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് പറയാനോ നല്ലത്. വെളുത്തുള്ളി ചേർക്കണം, അത് ചേർക്കണമെന്നില്ല. എന്റെ അഭിപ്രായം കൂടി കേക്കല്ലേ അമ്മ? കറി അടിപൊളിയായിട്ടുണ്ട്. ഞാൻ തിന്നിട്ടില്ല, എന്തായാലും കാണുമ്പോ നല്ല അടിപൊളി കറിയാന്ന് തോന്നണേ. രസമുണ്ട്. രസമുണ്ട്, അടിപൊളി. നിങ്ങളൊക്കെ തിന്ന നിങ്ങളെല്ലാം അഭിപ്രായം പറഞ്ഞു നിങ്ങളൊക്കെ. അപ്പൊ അടിപൊളി തന്നെ ഇരിക്കും. അടിപൊളി ടേസ്റ്റാ മോനെ. കൊടമുളിട്ട കറിയൊക്കെ നല്ല അടിപൊളിയാ. വളമുട്ട കൊഴുപ്പുണ്ടാവും, പക്ഷെ രുചി ഉണ്ടാവില്ല. പൂച്ചക്ക് കൊടുക്കില്ലേ? പൂച്ചക്ക് കൊടുക്കണം. ഇപ്പൊ പ്ലേറ്റിക്ക് ചാടിയേ. പൂച്ചക്ക് തരാം. ഞാൻ എന്തായാലും ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടേ ഇപ്പൊ വരാട്ടോ. ഞാൻ ചോറ് കഴിച്ച് കഴിഞ്ഞ് TV എല്ലാം കണ്ട് റൂമിലേക്ക് വന്നിട്ടുണ്ട്. അച്ഛൻ കുറച്ചു നേരം TV കാണാൻ വേണ്ടി ഹോട്ട്സ്പോട്ടൊക്കെ ഓൺ ചെയ്ത് തന്നിരുന്നു. TV യൂട്യൂബില് എന്തോ കുറെ സ്ഥലമൊക്കെ ഒന്ന് കണ്ട്, പിന്നെ കടലിൽ പോയി മീൻ പിടിക്കണോ എല്ലാം കണ്ടിട്ട് ഞാൻ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഫുഡ് പറഞ്ഞാൽ നല്ല അടിപൊളി ഫുഡ്, നല്ല കൈപ്പുണ്യ വീട്ടിലെ ഫുഡുകളെ എന്താ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് അടിപൊളി ഫുഡൊക്കെ കേട്ടോ. അപ്പം അടിപൊളി ഫുഡാണ്. ഇപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ടാറ്റാ.